ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ നമുക്ക് നോക്കാം. ഇന്ന് വന്ന ഒരു അപ്ഡേറ്റാണ് നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അതല്ലെങ്കിൽ എയർ ഡ്രോപ്പ് ഇപ്പോൾ നടക്കുന്ന ഗ്രീൻ നെറ്റ്വർക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു എയർ ഡ്രോപ്പ് അല്ല. ഗ്രീൻ നെറ്റ്വർക്കിൽ വന്നിട്ട് ഈ മാസം 31-ാം തീയതിയോടുകൂടി അവരുടെ എയർ ഡ്രോപ്പ് അവസാനിക്കുകയാണ്. എല്ലാ ദിവസവും നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പോയിന്റ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് മൈൻ ചെയ്യുന്നവർ അല്ലെങ്കിൽ അത് ജോയിൻ ചെയ്തവർ കണ്ടിന്യൂ മൈൻ ചെയ്യുന്നവർ 31-ാം തീയതി വരെ അത് മൈൻ ചെയ്യുക. അവരുടെ പ്രീസെയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇവരുടെ എയർ ഡ്രോപ്പ് കഴിഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂഷൻ അവർ തരികയാണെങ്കിൽ എങ്ങനെയാണെന്നുള്ള അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യും. അതോടൊപ്പം തന്നെ പിന്നെ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റാണ് PSC നെറ്റ്വർക്ക്. നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന PSC നെറ്റ്വർക്കിൽ വന്നിട്ട് അവർ ഓഗസ്റ്റിൽ വന്നിട്ട് അവർ ചെയ്യാൻ പോകുന്ന വിഡ്രോയുടെ കുറിച്ചുള്ള അപ്ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബിറ്റ് ബാമ നമുക്ക് കഴിഞ്ഞ 2 വിഡ്രോ ഇപ്പോൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ഫേസ് 2 ഇപ്പോൾ ഫേസ് 1 വിഡ്രോ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. KYC ചെയ്യാത്തവരുടെ എല്ലാം പകുതി കോയിൻ കട്ട് ചെയ്തു. KYC ഒന്നും ഇനി നടക്കത്തില്ല. KYC മുമ്പേ ചെയ്തവരുടെ എല്ലാം വിഡ്രോ നടക്കുന്നുണ്ട്. ഇപ്പോൾ സെക്കൻഡ് ഫേസ് വിഡ്രോ ഇപ്പോൾ നടക്കുന്നില്ല. ഇപ്പോൾ എല്ലാവരും 48 മണിക്കൂർ കഴിഞ്ഞ് വിഡ്രോ ചെയ്യാൻ ശ്രമിക്കും. വീണ്ടും 48 മണിക്കൂർ കഴിഞ്ഞ് ട്രൈ ചെയ്ത് നോക്കുന്നു. ഉടനെ തന്നെ സെക്കൻഡ് ഫേസ് വിഡ്രോ നടക്കും. അതാണ് ബിറ്റ് ബാമയുടെ ഒരു അപ്ഡേറ്റ്. പിന്നെ വന്നിട്ടുള്ള AZ കോയിനർ ചെറിയൊരു അപ്ഡേറ്റ് ഉണ്ട്. പിന്നെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഇന്നത്തെ അപ്ഡേറ്റാണ് ഓർ പ്രോട്ടോക്കോളിലെ അപ്ഡേറ്റാണ് ഞാൻ ഈ മലയാളത്തിൽ കൊടുത്തിട്ടിരിക്കുന്നത്. അത് പറയുന്നത് സിബിൽ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ ആഴ്ച ആരംഭിക്കും. നമ്മുടെ ഇപ്പോൾ ബാങ്കിലൊക്കെ ഒരു സിബിൽ സ്കോർ നോക്കത്തില്ലേ? അപ്പോൾ നമുക്കൊരു ലോൺ എടുക്കണമെങ്കിൽ എത്ര 430 730 അത്ര സിബിൽ സ്കോർ വേണം. അങ്ങനെ ഒരു സ്കോർ ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക. അതുപോലെ അവർ പറയുന്ന ടാസ്കുകൾ മറ്റു കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തവരുടെ ചെക്കിങ് ഈ ആഴ്ച തുടങ്ങും. ഓക്കെ. അതുപോലെ തന്നെ പറയും മുൻകാല പ്രാബല്യത്തിൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് ഉള്ള ഒരു ദൗത്യമാണ്. അതുപോലെ തന്നെ സിവിൽ കണ്ടെത്തൽ പ്രധാനപ്പെട്ട ഓർ വാലറ്റ്. ഇത് വന്നിട്ട് ലൈറ്റ് ഫുൾ നോഡ്. ഇത് നോഡെന്ന് പറയുമ്പോൾ ഇത് ലാപ്ടോപ്പ് അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ നോഡ് മൈനിങ് നമ്മളിപ്പോൾ പാം സ്റ്റാക്കിംഗ് എന്ന് പറഞ്ഞതുപോലെ നോഡിൻ്റെ അതൊക്കെ ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവർക്ക് ഒരു 3 ഫേസായിട്ടാണ് ഇവരുടെ എയർ ഡ്രോപ്പ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ലഭിക്കുന്നത്. ഒന്ന് ഈ നോഡ് മൈനിങ് ഇത് ചെയ്തവർക്ക്, അതുപോലെ തന്നെ ഈ അവസാനത്തെ ഈവൻറ്റുകളെല്ലാം പങ്കെടുത്തവർക്കും ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ വന്നിട്ട് ഒരു പുതിയ NFT ചെയ്തിരുന്നു. നെതർ NFT എന്ന് പറഞ്ഞിട്ട് അത് വന്നിട്ട് 0.005 എത്തീലിയം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് മിൻറ്റ് ചെയ്യുക. ഒരു 20,000 കണ്ടായിരുന്നു. അത് 1-2 മണിക്കൂറിൽ തന്നെ അത് അവസാനിച്ചു. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ അത് പ്രൊമോട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ അനൗൺസ്മെൻ്റ് ഒന്നും പറയാതിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ ഓർ വാലറ്റിൽ മറ്റ് ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളുണ്ട്. ഇപ്പോൾ ഓർ വാലറ്റിലേക്ക് നമുക്ക് പോകാം. ഓർ വാലറ്റ് എൻ്റെ ഇത് ഓപ്പണായി വന്നിരിക്കുകയാണ്. ഇതിൽ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവുമുള്ള ഈ ഒരു 10 ടോക്കൺ ഇവിടെ ട്രസ്റ്റ് ടോക്കൺ കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ കളക്ട് ചെയ്യുക. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് കളക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സെൻഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സ്റ്റാക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതിൽ 3 ഫേസായിട്ട് കിട്ടുന്ന ഇതിൽ ഒന്ന് നമ്മൾക്ക് ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം ഉണ്ടായിരുന്നു. തുടക്കം മുതലേ ഇതിൽ ജോയിൻ ചെയ്തവർക്ക് ഒരു 50,000 മുതൽ 60,000 വരെ ടോക്കൺസ് കിട്ടിക്കാണ്. എനിക്കിവിടെ 59,000 ടോക്കൺ ഉണ്ട്. ഇതിലാർക്കും കുറവും കൂടുതലൊന്നുമില്ല. എല്ലാവർക്കും ഒരുപോലെ തുല്യമായിട്ട് ടോക്കൺ കിട്ടും. അപ്പോൾ ഇത് എത്രത്തോളം ടോക്കൺ ഉണ്ട്, ഇതിൽ നിന്ന് ഒരു കൺവേർട്ട് ആകുന്ന പോയിൻറ്റ്സ് നമുക്ക് റിലീസാകും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫ്രണ്ട് കാർഡ് എത്ര പേര് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തു അതിനനുസരിച്ചിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ OKXൽ നടക്കുന്ന ഇത് നിതർ NFT ജോയിൻ ചെയ്തവർക്ക് കിട്ടും. അതുപോലെ തന്നെ OKXൽ ഇപ്പോൾ നടക്കുന്ന ഡെയിലി ഉള്ള 10 ടോക്കൺസ് ക്ലെയിം ചെയ്യുന്നത്. അങ്ങനെ ഒരു 3 പാർട്ടിലായിട്ടായിരിക്കും ഇത് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ സ്റ്റാക്ക് ചെയ്യേണ്ടവർ സ്റ്റാക്ക് ചെയ്യുക. എനിക്ക് ഡെയിലി കിട്ടുന്ന ടോക്കൺസ് എല്ലാം ഞാനിവിടെ സ്റ്റാക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റാക്കിംഗ് റിവാർഡ് ഇവിടെ കാണാം. ഇത് ഇവിടെ ക്ലെയിം ചെയ്യാൻ കഴിയും. ഓക്കെ. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അയക്കണമെങ്കിൽ ഇതിലിപ്പോൾ നോക്കുമ്പോൾ ആരൊക്കെ എനിക്ക് അയച്ചിട്ടുണ്ട്. ഇത് ഒരു ടോക്കൺ അയച്ചിരിക്കുന്നതാണ്.
ഇവിടെ അയച്ചിട്ടുണ്ട്. ഇവിടെ 5 ടോക്കൺ അയച്ചിട്ടുണ്ട്. ഞാനും എനിക്ക് വരുന്നതനുസരിച്ച് ഞാനത് സെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിവിടെ ഹിസ്റ്ററി നോക്കുമ്പോൾ ഇത് നമുക്ക് കാണാൻ കഴിയും. ഒത്തിരി പേര് എനിക്ക് അയക്കുന്നുണ്ട്. അയക്കുന്നതിനനുസരിച്ച് ഞാൻ തിരിച്ചയക്കുന്നുണ്ട്. ഇതിലെല്ലാം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവരുടെ അഡ്രസ്സ് നമുക്ക് കോപ്പി ചെയ്തെടുത്ത് അയക്കാൻ കഴിയും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്കറിയാമെന്ന് കരുതുന്നു. ഇനി പ്രധാനപ്പെട്ട നമ്മൾ ചെയ്യേണ്ട ഒരു അപ്ഡേറ്റാണ്. ഇത് വന്നിട്ട് ഇപ്പോൾ ഒരു നോൺ കസ്റ്റോഡിയൽ വാലറ്റായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നോൺ കസ്റ്റോഡിയൽ വാലറ്റ് എന്ന് പറയുമ്പോൾ അതിലൊരു പ്രൈവറ്റ് കീ കാണും, അതുപോലെ തന്നെ റിക്കവറി പേഴ്സ് കാണും. അപ്പോൾ ഈ പ്രൈവറ്റ് കീയും റിക്കവറി പേഴ്സും നിങ്ങൾ മസ്റ്റായിട്ട് അത് എഴുതി വയ്ക്കണം. അതല്ല എങ്കിൽ അടുത്ത ആഴ്ച ഇതിൻ്റെ പുതിയ അപ്ഡേറ്റ് വേർഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ വന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ സെറ്റിങ്സ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പണായി വരും. ഇവിടെ മുമ്പ് 1-2 പ്രാവശ്യം ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ആയപ്പോൾ ഇവിടെ വന്നിട്ട് റിക്കവറി കീ പലരുടെയും മറന്നുപോയവരുണ്ട്. പിന്നെ അത് ഫോർഗട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിക്കവർ ചെയ്യാൻ കഴിയും. ഇതിൽ വന്നിട്ട് ഒരു 8 അക്കവും ഒരു ക്യാപിറ്റൽ ലെറ്റർ, ഒരു സ്മാൾ ലെറ്റർ, ഒരു ചിഹ്നം, അങ്ങനെയാണ് നമ്മൾ ഈ റിക്കവറി കീ എന്ന് പറയുക പ്രൈവറ്റ് കീ നമ്മൾ സെറ്റ് ചെയ്തത്. അത് നിങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് എഴുതി വയ്ക്കുക. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടെ സ്ക്രോൾ ചെയ്യുക. നമ്മുടെ ഇമെയിൽ, മറ്റു കാര്യങ്ങൾ, അനൗൺസ്മെൻറ്റ് ഇതെല്ലാം കാണാൻ കഴിയും. നിങ്ങളിവരുടെ വെബ്സൈറ്റ്, ഡിസ്കോഡ് ഇതൊന്നും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ജോയിൻ ചെയ്യുക. പിന്നെ കുറച്ചുകൂടെ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് കാണാൻ കഴിയുന്ന ഒന്നാണ്. ഇവിടെ നോക്കുമ്പോൾ ഷോ യുവർ റിക്കവറി കീ എന്ന് പറഞ്ഞ് റിക്കവറി പേഴ്സ് എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും. ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാണുന്ന 4 അക്ക കോഡ് നിങ്ങളുടെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് നിങ്ങളുടെ 1 2 3 4 5 6 അങ്ങനെ 12 വരെയുള്ള റിക്കവറി കീ നിങ്ങളുടെ ഇവിടെ കാണും. റിക്കവറി പേഴ്സ് ഇവിടെ കാണും. 12 വാക്കുകൾ കാണും. നിങ്ങൾ മസ്റ്റായിട്ട് ഇന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ആ 12 വാക്കുകളും നിങ്ങളൊരു ഡയറിയിൽ എഴുതി വയ്ക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്താതെ നിങ്ങളത് എഴുതി വയ്ക്കുക. എഴുതി വച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ഈ ഒരു 6 മാസം 8 മാസം 1 വർഷത്തോളമൊക്കെ ഈ എയർ ഡ്രോപ്പിൽ പങ്കെടുത്ത ഈ ടോക്കൺ നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് മെയിനായിട്ട് ഞാനിന്ന് വീഡിയോ ചെയ്യാൻ കാരണം ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ഇന്ന് തന്നെ എഴുതി വയ്ക്കുക. ഒരു പേപ്പറിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ഡയറിയിൽ എഴുതി വയ്ക്കുക. എഴുതി വെച്ച് സൂക്ഷിക്കുക. കാരണം ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഇത് റിക്കവർ ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ ഇതിൽ ട്വിറ്ററിൽ ഇന്ന് വന്ന പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റുകളാണ് ഞാൻ മലയാളത്തിലൊക്കെ നേരത്തെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടത്. അപ്പോൾ ഇത് ഒരു 3 മണിക്കൂർ മുമ്പ് വന്ന ഒരു അനൗൺസ്മെൻറ്റാണ് ഓർ വാലറ്റിൻ്റെ. അതുപോലെ തന്നെ അതിനു മുമ്പ് വന്ന അനൗൺസ്മെൻറ്റാണ് ഇത് ഞാൻ മലയാളത്തിൽ എഴുതിയിട്ടിരുന്നത്. ഓക്കെ, 3 ഫേസിലായിട്ടുള്ള വിഡ്രോയുടെ ഓപ്ഷൻസ് മറ്റു കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. അപ്പോൾ ഇവർ പ്രത്യേകം പിന്നെയും പറയുന്നുണ്ട് സ്കാമേഴ്സിൽ നിന്ന് അവെയർ ആയിരിക്കുക. കാരണം സ്കാമർമാരിപ്പോൾ എല്ലാം ആക്റ്റീവ് ആകും. ഇത് മിക്കവാറും ഒരു 10 ദിവസത്തിനകം തന്നെ ഇത് വിഡ്രോ ആരംഭിക്കാനാണ് സാധ്യത. ഇതിൻ്റെ ലാസ്റ്റ് എല്ലാ ഘട്ടങ്ങളും കഴിഞ്ഞു. അത് ഉടനെ തന്നെ ഇതിൻ്റെ വിഡ്രോ ആരംഭിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ പരിചയപ്പെടുത്തി, അല്ലെങ്കിൽ നമ്മൾ മുമ്പ് മുതലേ മൈൻ ചെയ്തുകൊണ്ടിരുന്ന PHI നെറ്റ്വർക്കിൻ്റെ പുതിയ വെർഷൻ വന്നു. പുതിയ വെർഷൻ നമ്മൾ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അതെല്ലാം നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ ഇതിൽ പലർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ മൈൻ ചെയ്യുന്ന ഇവിടെ വന്നിട്ട് ഈ ഭാഗത്തൊരു ബട്ടർഫ്ലൈയുടെ പോലെ ഒരു ചിഹ്നം കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് നിങ്ങൾക്ക് ഒരു പരസ്യം വരും. കുറച്ചുകൂടെ മൈനിങ് സ്പീഡ് കൂടും. അതുപോലെ തന്നെ ഈ കാണുന്ന ഷോപ്പ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും. അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു ഡയമണ്ട് കളക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊരു 500 ഡയമണ്ടെങ്കിലും നിങ്ങൾ കളക്ട് ചെയ്യണം. കാരണം ഇതിൻ്റെ KYC അതുപോലെ തന്നെ മുമ്പോട്ടുള്ള കാര്യങ്ങൾക്ക് ഡെയിലി ഒരു ഡയമണ്ട് ഫ്രീ ആയിട്ട് കിട്ടും. ബാക്കി വന്നിട്ട് നിങ്ങൾ പരസ്യം കാണുകയാണെങ്കിൽ ഒരു പരസ്യത്തിന് 3 ഡയമണ്ട് വെച്ച് കിട്ടും. തുടക്കം മുതലേ ചെയ്തവർക്ക് പരസ്യം കാണേണ്ടതൊന്നും ആവശ്യമില്ല. അതിപ്പോൾ ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഇത് ഫ്രീ ആയിട്ടുള്ളതുണ്ട്. അത് കഴിഞ്ഞ് പവർ ബൂസ്റ്റ് പാക്ക് വരുന്നുണ്ട്. 999 കിട്ടുന്നത്. അതുപോലെ തന്നെ അവരുടെ ടെലഗ്രാം പ്രീമിയം എടുത്തവർക്ക് വേണ്ടി ഒരു 29,999 ഡയമണ്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ മിസ്റ്ററി കോയിൻ
ബൊനൻസ അത് വന്നിട്ട് 9992. ഇതൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. ഇത് വരുന്നുണ്ട്. ഇതിൻ്റെ KYC മറ്റു കാര്യങ്ങൾ വരുമ്പോൾ അറിയിക്കും. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്യാത്തവർക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. മൈനിങ് സ്പീഡ് വളരെ കുറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇവരുടെ ബാക്കി മെയിൻ നെറ്റ് മറ്റു കാര്യങ്ങളെല്ലാം ഉടനെ വരുമ്പോൾ KYC മെയിൻ നെറ്റും അതിൻ്റെ ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. ഉടനെ ഇതെല്ലാം വരുമെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.